സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻഫോലൈറ്റ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി നെക്സ്റ്റ് മന്തിൽ വരാൻ പോകുന്ന ASM എക്സാം അല്ലേ. അപ്പോൾ ഈ ASM എക്സാമിന് നമുക്കറിയാം 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള PYQസും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫെയർസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും ടൈം കളയാണ്ട് നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ 7th ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം 7th ഷെഡ്യൂൾ എന്താണ്? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള പവർ ഡിവിഷനാണ് എന്തിലുള്ളത്? ഈ പറയുന്ന 7th ഷെഡ്യൂളിലുള്ളത്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പവർ ഡിവിഷൻ അല്ലെ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അധികാരത്തിന്റെ വിഭജനമാണ് എന്തിലുള്ളത്? ഈ പറയുന്ന 7ാം പട്ടികയിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ അത് അറിഞ്ഞവർക്ക് എന്താ സുഖമായിട്ട് നമുക്ക് തേർഡ് ഓപ്ഷൻ കുത്താൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് 7th ഷെഡ്യൂൾ? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള അധികാരം, പവർ ഡിവിഷൻ, അധികാര വിഭജനമാണ് എന്തിലുള്ളത്? 7th ഷെഡ്യൂളിൽ ഉള്ളത്. നമുക്കപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഷെഡ്യൂൾസ് കൂടി വേഗം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ആ റിവിഷൻ അങ്ങോട്ട് കഴിയും. സോ ഫസ്റ്റ് ഷെഡ്യൂൾ നോക്കി. എന്താണ് ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത്? നെയിം ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂട്ടി അല്ലെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും. ഷെഡ്യൂൾ 2 എന്താണ്? അലോവൻസ്, പ്രിവിലേജസ്, അങ്ങനെ റിലേറ്റഡ് കാര്യങ്ങളാണ് ഷെഡ്യൂൾ 2 വരുന്നത്. തേർഡ് എന്താണ്? തേർഡ് ഷെഡ്യൂൾ എന്താണ്? ഓത്ത് ആൻഡ് അഫർമേഷൻ ആണ് തേർഡ് ഷെഡ്യൂൾ ഉള്ളത്. ഫോർത്തിൽ എന്താണ്? രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷൻ. ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ യൂട്ടിൽ നിന്നും എന്തോരം പേരെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരണം, ആ സീറ്റ് അലോക്കേഷൻ ആണ് 4ാമത്തെ ഷെഡ്യൂൾ ഉള്ളത്. 5ാമത്തേലോ ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും അഡ്മിനിസ്ട്രേഷനും കൺട്രോളും, അതാണ് 5th ഷെഡ്യൂൾ. 6th റിലേറ്റഡ് ആണ് എന്താണ്? ട്രൈബൽ ഏരിയാസ്, നമ്മുടെ ഈ പറയുന്ന ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഒരു കോഡ് പറഞ്ഞുതരാം, ATM നോർക്ക, ATM സ്ക്വയർ ആണ് ഈ 6th ഷെഡ്യൂളുള്ള സ്റ്റേറ്റുകളുടെ കോഡ്. ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ATM സ്ക്വയർ. ഈ 4 സ്റ്റേറ്റിലുള്ള ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് 6ാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. 7ാമത്തെ ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ഡിവിഷൻ ഓഫ് പവർ ആണ് 7th ഷെഡ്യൂളിൽ വരുന്നത്. ഇനി 8th ഷെഡ്യൂൾ എന്താണ്? ലാംഗ്വേജ് റെക്കഗ്നൈസ്, നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് അതൊക്കെ ഇല്ലേ, അതാണ് 8th ഷെഡ്യൂൾ. ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 9th ഷെഡ്യൂൾ എന്താണ്? ലാൻഡ് റിഫോംസും അതുപോലെ തന്നെ ഈ ജാമീന്ദാരി സിസ്റ്റം ഒക്കെ ഇല്ലേ, അത് അബോളിഷ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് 9th ഷെഡ്യൂൾ ഉള്ളത്. 10th ഷെഡ്യൂൾ എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് 10th ഷെഡ്യൂൾ ഉള്ളത്. ഇനി 11th 12th എപ്പോഴും PSC വയ്ക്കാറുണ്ട്. 11th എന്താണ്? പഞ്ചായത്തും 12th മുനിസിപ്പാലിറ്റീസും. 11th പഞ്ചായത്ത്, 12th മുനിസിപ്പാലിറ്റി. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 11th പഞ്ചായത്തും 12th മുനിസിപ്പാലിറ്റീസും. 7ാമത്തത് ഡിവിഷൻ ഓഫ് പവർ ആണ്, ഓർത്ത് വയ്ക്കുക. 8ാമത്തത് ലാംഗ്വേജ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ 10th ഷെഡ്യൂൾ പാർലമെന്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പേഴ്സും ഡിസ്ക്വാളിഫിക്കേഷൻ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് 10th ഷെഡ്യൂൾ ഉള്ളത്, ഓർക്കുക. പിന്നെ 6ാമത്തേലുള്ള ആ 4 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ATM സ്ക്വയർ ഓർക്കുക. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സ്റ്റേറ്റിലെ ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് 6ാമത്തെ ഷെഡ്യൂൾ വരുന്നതെന്ന് ഓർക്കാം. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ നമ്മൾ 7ാമത്തെ ഷെഡ്യൂളിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. ഈ 7ാമത്തെ ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. എന്താണ്? ഈ പവറിനെ ഡിവൈഡ് ചെയ്യുന്നു പറയണ്ടേ, ആരൊക്കെ തമ്മിൽ? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള പവർ ഡിവിഷൻ ആണ് എന്തിലുള്ളത്? 7ാമത്തെ ഷെഡ്യൂൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ പവർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 3 ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെ ലിസ്റ്റാണ് നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. ഏതൊക്കെയുണ്ട്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇനി യൂണിയൻ ലിസ്റ്റിൽ ആരായിരിക്കും കൺട്രോൾ ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോൾ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റോ? സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ വരുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നിച്ച് കൺട്രോൾ ചെയ്യാനാണ് എന്ത്? ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എത്ര സബ്ജക്ട്സ് ഉണ്ട്? ഇപ്പോൾ നിലവിൽ എത്ര ഉണ്ട്? 98 സബ്ജക്ട്സ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. എത്ര ഉണ്ട്? 98 വിഷയങ്ങൾ, സബ്ജക്ട്സ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. എന്നാൽ ആദ്യം എത്ര ഉണ്ടായി? ഇത് തുടങ്ങിയ സമയത്ത് എത്ര ഉണ്ടായി? 97 ഉണ്ടായുള്ളൂ. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ 98 ഉണ്ട്. ഇപ്പൊ 98 നിലവിൽ ഇപ്പോൾ പുതിയതായിട്ട് 98 ഉണ്ട്. ഓൾഡിൽ എന്താ? പണ്ട് എന്തായിരുന്നു? 97 ഉണ്ടായുള്ളൂ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലോ 59 സബ്ജക്ട്സ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത്. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ 52. അപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ള എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നീട് സ്റ്റേറ്റ് ലിസ്റ്റും, പിന്നീടാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ 98, സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 ആൻഡ് കൺകറന്റ് ലിസ്റ്റിൽ 52. നമ്മൾ പറഞ്ഞു പണ്ട് ആദ്യം ഒറിജിൻ സമയത്ത് എത്ര ഉണ്ടായി? 97 ഉണ്ടായി. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിലോ 66 ഉണ്ടായി, കുറച്ചൊക്കെ അവരുടെ കാര്യങ്ങൾ. പിന്നെന്താണ് ഈ പറയുന്ന
കൺകറൻ ലിസ്റ്റിലാണെങ്കിൽ 47 ഉണ്ടായി. 47 ആണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിക്കുക. 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ നോക്കാം. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് ഫാക്ട്സ് ആണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്താണ്? നമ്മുടെ കായിക സ്പോർട്സിന്റെ അവിടെ ഓസ്കാറിന് എന്നറിയപ്പെടുന്ന, ഓസ്കാർ പോലെ തന്നെ അറിയപ്പെടുന്ന ഒരു അംഗീകാരമാണെന്ത്? ലോറസ് പുരസ്കാരം അല്ലെ? ഈ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അത് ശരിയാണ്. ഒന്നാമത്തെ ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ. അടുത്ത് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണറി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണെന്ന് വെച്ചാൽ അതും കറക്റ്റാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്ത ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതും ശരിയാണ്. പിന്നെന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ഏതാണ്? അതും സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് തന്നെയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. എല്ലാം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പേരുകളുമാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്താണ് മാച്ച് ചെയ്യണം. നമുക്കിവിടെ കലാരൂപം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അത് കൊണ്ടുവന്ന ആൾക്കാർ രൂപം നൽകിയ ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ മാച്ച് ചെയ്യുക. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെയാണ് കേരള നടനം. കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥ് ആണ് കേരള നടനം. ഓപ്ഷൻ 2. അപ്പൊ A2 ആണ് കേരള നടനം, ഗുരു ഗോപിനാഥ്. ഇനി യക്ഷഗാനം വന്നിട്ട് പാർത്ഥി സുബ്ബാണ് യക്ഷഗാനം 2. ഇനി ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ളയാണ് ചവിട്ട് നാടകം. പിന്നെ കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ വരാം? 1, 2 വരുമ്പോൾ പിന്നെ 2, 4. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് മൂന്നാമത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിഗ്നോസാറ്റുമായിട്ട് ബന്ധമുള്ള കാര്യം എന്താണ്? ലിഗ്നോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ്? ഏതൊക്കെയാണ് ശരി എന്നാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലിഗ്നോസാറ്റ്? നമുക്ക് നോക്കാം. Lignosat is a small Japanese wooden satellite. It is credited as the world first satellite to be made of wooden. അപ്പോൾ എന്താണ്? ജാപ്പനീസുകാർ ഉണ്ടാക്കിയ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വുഡൻ സാറ്റലൈറ്റ് ആണ് ലിഗ്നോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ലിഗ്നോസാറ്റ്. അപ്പോൾ ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വുഡൻ സാറ്റലൈറ്റ് ആണ്. ഇത് എന്താണ്? വേൾഡ് തന്നെ ആദ്യത്തെ വുഡ് വെച്ചുണ്ടാക്കിയ ഒരു സാറ്റലൈറ്റ് ആണ് ലിഗ്നോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലിഗ്നോസാറ്റ്. ഇതറിയുന്നവർക്ക് സുഖമായിട്ട് ഉത്തരം. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരുണ്ടാക്കിയത്? ജാപ്പനീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജപ്പാനിൽ നിന്നുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ലിഗ്നോസാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാം ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എന്താണ് സാമ്പത്തിക അതിർത്തി? എക്കണോമിക് ബൗണ്ടറി. ഓക്കെ, അതിൽ ഉൾപ്പെടാത്തത് ഇല്ലാത്തത് ഏതാണ് എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ വ്യോമാതിർത്തി, ജലാതിർത്തി. യെസ്, എയർഫോഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന വാട്ടർ ബോർഡറും അതൊക്കെ എന്താണ്? അതൊക്കെ വരും അല്ലേ? മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ എംബസികളും ഹൈക്കമ്മീഷനുകളും അതും അതിൽ ഉൾപ്പെടും. നമ്മുടെ ഇന്ത്യയുടെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷൻ, വേറെ ഏതോ രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനും നമ്മുടെ എക്കണോമിക് ബൗണ്ടറിയിൽ വരുമോ? ഇല്ല, നമ്മുടെ അല്ല, അത് വേറെ രാജ്യത്തിന്റെയാണ്. കസ്റ്റംസ് നിയന്ത്രണത്തിൽ കീഴിലുള്ള ഓഫ് ഷോർ സംഭരണങ്ങളുടെ ഫ്രീ സോണുകൾ അതെന്താ? നമ്മുടെയാണ് അല്ല, നമ്മുടെ കസ്റ്റംസ് നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ അതും വരും. അപ്പോൾ ഇതിൽ ഏതില്ലാത്ത? ഓപ്ഷൻ സി മാത്രമാണ് ഇല്ലാത്തത്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ അല്ലേ? അതിൽ ഹൈക്കമ്മീഷനിൽ വേറെ രാജ്യത്തിനാണ്. അപ്പോൾ അത് നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതല്ല. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ 5ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു നഗരത്തിന് സ്ഥാനം കിട്ടിയിട്ടുണ്ട്, ആ പദവി കിട്ടിയിട്ടുണ്ട്. എന്ത് പദവിയാണ്? സാഹിത്യ നഗരം എന്ന പദവി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ആ ഒരു നഗരം, ആ ഒരു സ്ഥലം ഏതാണ്?
ഏതാണ്? കോഴിക്കോടാണ് 2023 യുനെസ്കോ ലോക നഗര ദിനത്തില് സാഹിത്യ നഗരം എന്ന പദവി കൊടുത്തിട്ടുള്ളത് കോഴിക്കോടിനാണ്. അടുത്ത തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പിന് ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട് ശാക്തീകരണ യജ്ഞം. അപ്പോൾ ഈ പറഞ്ഞ കുടുംബശ്രീയുടെ ആണ് കേട്ടോ ഈ തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു പദ്ധതി. തിരികെ സ്കൂളിലേക്ക് എന്താ ബന്ധപ്പെട്ടാണ്? കുടുംബശ്രീ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. അവരുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാ പറയുന്നത്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് കമ്പനികളുമായിട്ടുള്ള ഔപചാരിക ഒഫീഷ്യലായിട്ടുള്ള കരാറിലൊന്നും തന്നെ ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? തെറ്റാണ്. അവർക്ക് വേണമെങ്കിൽ എന്നാൽ ഒഫീഷ്യലായിട്ട് കരാറുകളിൽ ഏർപ്പെടാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ താൽക്കാലികവും സമയബന്ധിതവുമായ പൂർത്തിയാക്കേണ്ട തൊഴിലാണ് ഇവർ ചെയ്യുന്നത്, അല്ലേ? ടൈം ബോണ്ടും അതുപോലെ തന്നെ എന്താണ് ടെമ്പററി ആയിട്ടുള്ള ജോബുകളാണ് ഈ പറഞ്ഞ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. പിന്നെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു, അല്ലേ? അതെന്താണ്? അവർക്ക് ഒരേ ടൈം സിംഗിൾ ടൈം തന്നെ ടെമ്പററി വർക്കാണ്, അതുപോലെ തന്നെ ടൈം ബോണ്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ രാവിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരേ സമയം തന്നെ ഒന്നിലധികം കമ്പനികളിലേക്ക് എന്ത് ചെയ്യാം? അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ശരിയായിട്ട് വരാൻ നോക്കി? 8ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നാണ് ഇവിടെ ശരിയാണ്, അല്ലേ? 2, 3 ശരിയാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം എന്താണ്? അവർക്ക് കമ്പനികളായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഔപചാരികമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം. അടുത്തതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവന്റെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ഓക്കെ. അടുത്ത് ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സിന്ധു നദി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ് റിവറിന്റെ പോഷക നദികൾ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുള്ളത്. ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ? ഏതൊക്കെയാ? ജലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഇന്ത്യയിൽ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? റാബി ക്രോപ്സിന്റെ വിളയിറക്കൽ കാലം ഏതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് പറയും? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, നവംബർ മധ്യ. നമുക്ക് റിലേറ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ ഡിഫറൻസ് ആണ്. റാബി ക്രോപ്സ് ഉണ്ട്, ഖാരിഫ് ക്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെയ്ദ് ക്രോപ്സ് ഉണ്ട്. അപ്പോൾ റാബി ക്രോപ്സ് എപ്പോഴാണ് നടുന്നത്? റാബി ക്രോപ്സ് മെയിനായിട്ട് നടുന്നത് എപ്പോഴാണ്? ഒക്ടോബർ ടു ഡിസംബറിലാണ് നമ്മൾ മെയിനായിട്ട് റാബി ക്രോപ്സ് നടുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻ നോക്കി, നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റാബിയുടെ വിളയിറക്കൽ നടുന്നത് എപ്പോഴാണ്? നവംബർ മധ്യേനെ, അല്ലേ? അപ്പോൾ നോക്കാൻ മനസ്സിലാവും. ഒക്ടോബർ ടു ഡിസംബർ ആണ് നമ്മൾ മെയിനായിട്ട് റാബി ക്രോപ്സ് നടുന്നത്. എന്നാൽ ഖാരിഫ് ക്രോപ്സോ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരെയാണ് ഖാരിഫ് ക്രോപ്സ് നടുന്നത്. അപ്പോൾ റാബി ക്രോപ്സ് ആണെങ്കിൽ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയും, ഖാരിഫ് ക്രോപ്സ് ആണെങ്കിലോ ജൂലൈ തൊട്ടിട്ട് എപ്പോൾ വരെയാണ്? ഓഗസ്റ്റ് വരെയും. എന്നാൽ സെയ്ദ് ക്രോപ്സ് ആണെങ്കിൽ മാർച്ച് തൊട്ട് മെയ് വരെയാണ് സെയ്ദ് ക്രോപ്സ് നടുന്നത്. അപ്പോൾ ഓർഡർ ഇപ്പോൾ നമുക്ക് എന്താ പറയാം? ആദ്യം സെയ്ദ്, പിന്നെ ഖാരിഫ്, പിന്നെ റാബി. സെയ്ദ് ആണെങ്കിൽ മാർച്ച് തൊട്ട് മെയ് വരെ, ഖാരിഫ് ആണെങ്കിൽ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരെ, റാബി ആണെങ്കിൽ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ. ഇനി ഇത് എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് അതിന് നമുക്ക് നെല്ല് അല്ല സാധനങ്ങൾ കിട്ടുന്നത്? എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ ഏപ്രിൽ ടു ജൂണിലാണ് ഹാർവെസ്റ്റ് ചെയ്യുക. ഖാരിഫ് ആണെങ്കിൽ സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ്. സെയ്ദ് ആണെങ്കിൽ സമ്മർ മന്ത്സിലായിരിക്കും അത് എന്ത് ചെയ്യാം? ഹാർവെസ്റ്റ് ചെയ്യാം. ഇനി മേലുള്ള ക്രോപ്സ് ഏതൊക്കെയാണ്? അതും ചോദിക്കാറുണ്ട് PSL. ക്രോപ്സ് ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി. വീറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. വീറ്റ് ഏതില്ല? റാബി ക്രോപ്പാണ് വീറ്റ്. എന്നാൽ റൈസ് എവിടെയാ? റൈസ് ഖാരിഫ് ക്രോപ്പാന്ന് നോക്കാം. പാഡി, റൈസ് ഖാരിഫ് ക്രോപ്പും, നെല്ല് ഖാരിഫ് ക്രോപ്പും, അതുപോലെ തന്നെ ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ് എന്നത് റാബി ക്രോപ്പാന്ന് ഓർക്കാം. പിന്നെ ഈ വാട്ടർ മെലൺ, അതുപോലെ കുക്കുംബർ പോലെ സാധനങ്ങളൊക്കെ, ഷുഗർ കെയിൻ ചോദിക്കാറുണ്ട്. ഷുഗർ കെയിൻ ഒക്കെ ഏതാണ്? സെയ്ദ് ക്രോപ്പാണ്. പിന്നെ അതിൻ്റെ പ്ലേസസ് ജസ്റ്റ് വായിച്ചു നോക്കുക. പഞ്ചാബ്, ഹരിയാന. റൈസ് ആണെങ്കിൽ ആസാം, വെസ്റ്റ് ബംഗാൾ.
ഉത്തർപ്രദേശൊക്കെയാണ് ചെയ്ത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ജസ്റ്റ് ആ ഒരു പ്ലേസുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കാം. പിന്നെ കോട്ടൺ ഒരു ഖാരിഫ് ക്രോപ്പാണ് ഓർക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്താണിനി കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് എന്ന് വെച്ചിട്ടുള്ളത് ഏതാണ്? മുംബൈ ആണ്. നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള മുംബൈ സിറ്റിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം ഇവിടെ പണ്ട് നമ്മുടെ 19th 20th സെഞ്ചുറിയിലൊക്കെ കുറേ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസുകളും പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ എന്തുണ്ടായി? ആ പറയുന്ന മുംബൈയിലുണ്ടായി. അതുകൊണ്ടാണ് തന്നെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നത്. കോട്ടോണോപോളിസ്, കോട്ടൺ പോളിസ് ഇങ്ങനെ വിളിക്കും. കോട്ടൺ പോളിസ് അതാണ് കോട്ടോണോപോളിസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് ആ ഒരു ഇന്ത്യൻ നഗരം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് 81ാമത്തെ ക്വസ്റ്റ്യൻ. 3 × 2 ഡിവൈഡഡ് ബൈ 2 - 4 + 5 × 2 ബോർഡ് മാസ് ഇതിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. 3 × 2 ഡിവൈഡഡ് ബൈ 2 - 2 + 5 × 2 നിങ്ങളും ചെയ്തു നോക്കാം. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കാം, കിട്ടണം നോക്കാം. എങ്ങനെ ചെയ്തു നോക്കാം നിങ്ങൾ? -1 + 10 = 9 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ പറയുന്ന 81ാമത്തെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 9 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/7 ഇതിനോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 എത്ര കൂട്ടിയാൽ? അപ്പോൾ 2/7 + x ആണ് 1 എന്ന് നമുക്കറിയാം. അപ്പോൾ x നമുക്ക് ഇവിടെ എഴുതാം. x = 1 - 2/7 എഴുതാം. എന്ത് ചെയ്യാം? ഇപ്പോൾ 1 - 2/7 ആണ്. ബൈ 1 × 7 × 7 ചെയ്യുക. 7 - 2/7 എത്ര കിട്ടും? നമുക്ക് 5/7 കിട്ടും. ആൻസർ 5/7. ഓപ്ഷൻ നോക്ക് ആയിട്ട് ഡി ആണ്. 5/7 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വർഷത്തെ 2025 കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് ന്യൂസ് നോക്കാം. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപകരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എത്രയാണ് എന്ന് വെച്ചിട്ടുള്ളത്? എത്രയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം? എത്രയായിരിക്കും? 100 ആണോ, 200 ആണോ, 500 ആണോ, 1000 രൂപയാണോ? ഇവിടെ ആൻസർ വരാം എത്രയാണ്? 1000 രൂപയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം. ഇന്ത്യയിലെ ആദ്യ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്ന സ്ഥലം ഏതാണ്? ആദ്യ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? പൂനെയാണോ, ഇൻഡോർ ആണോ, ഖത്രയാണോ, അതോ ജാസ്മീർ ആണോ? ഇവിടെ ആൻസർ വരുന്നത് ഇൻഡോർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്ന സ്ഥലം ഏതാണ്? ഇൻഡോർ ആണ്. അടുത്ത മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളിൽ ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? ഏതിനാണ്? കേരളയ്ക്കാണോ, തമിഴ്നാടിനാണോ, കർണാടകയ്ക്കാണോ, ഗോവയ്ക്കാണോ? നമ്മുടെ കേരളത്തിനാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്. ആർക്കാണ്? കേരളത്തിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോക സന്തോഷ ദിനം എന്നാണ്? ലോക സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20 ലോക സന്തോഷ ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? വയോജനങ്ങൾക്കായിട്ടുള്ള വയോജന കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണോ, കർണാടകയാണോ, കേരളയാണോ, തെലങ്കാനയാണോ? നമ്മുടെ കേരളമാണത് പാസ്സാക്കിയത്. നെക്സ്റ്റ്. ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ്? ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ്? അതും മാർച്ച് 20 തന്നെയാണ്. അപ്പോൾ ലോക സന്തോഷ ദിനവും അതേപോലെ തന്നെ അങ്ങാടിക്കുരുവി ദിനം തന്നെയാണ് മാർച്ച് 20 തന്നെയാണ്. ഓർത്തേക്കുക, രണ്ടും മാർച്ച് 20 തന്നെയാണ്. അടുത്ത്. മാളവിക ബെൻസോദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നമ്മുടെ ബാഡ്മിൻ്റൺ ആയിട്ടാണ് മാളവിക ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? ബാഡ്മിൻ്റൺ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് കുറേ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ന്യൂ ഇനിഷ്യേറ്റീവ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.